ഹലോ നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ ഫ്ലൈ വേൾഡിന്റെ റീജിയണൽ മാനേജർ ആയിട്ടുള്ള ഡാനിയൽ സാറാണ്. ഹായ് ഹായ്. സാർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ, അതുപോലെ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ എന്നീ കാര്യങ്ങളെ കുറിച്ചാണ്. ഹായ് സാർ. കെയർ പ്രൊഫഷൻസിന് കൂടുതൽ ഡിമാൻഡ് ഉണ്ടെന്നുള്ള ന്യൂസ് വായിച്ചിട്ടുണ്ടായിരുന്നു. ഏത് പ്രൊഫഷനാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത്? സംശയം എന്താ? WHO പുതിയ കണക്കുകൾ അനുസരിച്ചിട്ട് 2030 ഈ വികസിത രാജ്യങ്ങളിൽ ഇപ്പൊ UK, US, കാനഡ, ജർമ്മനിയിലൊക്കെ കൂടി ഏകദേശം ഒരു 47 ലക്ഷം നേഴ്സിംഗ് ജോബ് വേക്കൻസീസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓസ്ട്രേലിയയിൽ തന്നെ ഏകദേശം 5 ലക്ഷത്തോളം നേഴ്സിംഗ് വേക്കൻസീസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതെന്താണ് നഴ്സസിന് ഇത്രയും ഡിമാൻഡ് വരാനുള്ള കാരണം? പല കാരണങ്ങളുണ്ട് ആക്ച്വലി. പക്ഷെ പ്രധാനമായിട്ടും ഈ രാജ്യങ്ങളിലൊക്കെ പ്രായമായവരുടെ പോപ്പുലേഷനിൽ ഉണ്ടാകുന്ന ഒരു വളർച്ചയുണ്ട്. അതിന് മികച്ച ഹെൽത്ത് കെയർ ഫെസിലിറ്റി തന്നെ കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലാണ്. പിന്നെ പ്രായം കൂടുന്തോറും ആരോഗ്യ പ്രശ്നങ്ങളും കൂടി വരുമല്ലോ. അപ്പോൾ ഈ ഹൃദ്രോഗം, ഡയബറ്റിക്സ് എന്നുള്ള അസുഖങ്ങളൊക്കെ കോമൺ ആയിട്ട് പ്രായം കൂടുമ്പോൾ വരുന്ന അസുഖങ്ങളാണ്. അപ്പോൾ ഇവർക്കൊക്കെ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ സർവീസ് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതന്നെയാണ് നേഴ്സസിന്റെ ഡിമാൻഡ് കൂടാനായിട്ടുള്ള കാരണം. ഇത് കൂടാണ്ട് ഒരു റിട്ടയർമെന്റ് വേവും ഈ രാജ്യങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, സാർ ഇപ്പോൾ പറഞ്ഞല്ലോ ഏജ്ഡ് പോപ്പുലേഷൻ, അതുപോലെ റിട്ടയർ ആയിട്ട് വരുന്നത്. എന്താണ് ഈ റിട്ടയർമെന്റ് വേവ്? അതായത് നേഴ്സിംഗ് സ്റ്റാഫിങ്ങിൽ വികസിത രാജ്യങ്ങളിലൊക്കെ വലിയൊരു ശതമാനം നേഴ്സസിന്റെയും റിട്ടയർമെന്റ് പ്രായം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. 2030 ഇവരെ റീപ്ലേസ് ചെയ്യാനായിട്ട് പുതിയ സ്റ്റാഫിങ് അവിടെ കൊണ്ടുവരണം. അപ്പോൾ അതുകൂടാതെ തന്നെ ഈ COVID-19 കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാർ ഈ വികസിത രാജ്യങ്ങളിലൊക്കെ ജോലി ഉപേക്ഷിച്ച് വന്നിട്ടുണ്ട്. ഇതെല്ലാം നേഴ്സസിന്റെ ഒരു ഡിമാൻഡാണ് ആക്ച്വലി കൂട്ടുന്നത്. അതെ സാർ, അപ്പം നഴ്സസിനൊക്കെ ഭയങ്കര ഡിമാൻഡ് ആണല്ലോ. അപ്പൊ ഇത് പഠിച്ചിറങ്ങിയവർക്ക് ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവൂലേ? തീർച്ചയായും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് മലയാളി നേഴ്സസിനാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം മലയാളി നേഴ്സസിന്റെ ഒരു കാര്യപ്രാപ്തിയും ഒരു ഉത്തരവാദിത്ത ബോധവും പ്രൊഫഷണൽസും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ GCC മേഖലയിൽ വർക്ക് ചെയ്യുന്ന മലയാളി നേഴ്സുമാർക്ക് ഇപ്പോൾ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് നല്ല ഓപ്പർച്യൂണിറ്റി ആണുള്ളത്. ഇത് തന്നെയാണ് നല്ല സമയം എന്ന് നമുക്ക് പറയാൻ പറ്റും, പ്രത്യേകിച്ച് ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിലേക്ക്. സാർ ഇപ്പോൾ പറഞ്ഞതനുസരിച്ചിട്ട് ഒരുപാട് ഓപ്ഷൻസും ഒരുപാട് വേക്കൻസീസും ഉണ്ട് നമ്മളെ നഴ്സുമാർക്കൊക്കെ പല രാജ്യങ്ങളിലും. അപ്പൊ സാറ് സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സാറ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് രാജ്യമായിരിക്കും മലയാളി നഴ്സസിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ളത്? എല്ലാ രാജ്യങ്ങളിലും നല്ല അവസരങ്ങളുണ്ട്, പക്ഷെ മലയാളിക്ക് ഏറ്റവും നല്ലത് ഓസ്ട്രേലിയ തന്നെയാണ്. സാർ ഇപ്പോൾ പറഞ്ഞല്ലോ മലയാളി നഴ്സിന് ഏറ്റവും പറ്റിയ രാജ്യം നമ്മുടെ ഓസ്ട്രേലിയ ആണെന്ന്. എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയ സജസ്റ്റ് ചെയ്യാനുള്ള കാരണം? ഒന്നല്ല, ഒട്ടേറെ കാരണങ്ങളുണ്ട്. പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഫാമിലി PR, ഇത് കൂടാണ്ട് കുട്ടികൾക്ക് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ വരെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പ്രതിവർഷം 50 ലക്ഷം രൂപയിൽ കുറയാതെയുള്ള സാലറി, മികച്ച യൂണിവേഴ്സിറ്റി സ്റ്റഡീസിലൂടെ കരിയർ ഓപ്പർച്യൂണിറ്റീസിനുള്ള അവസരം. ഇപ്പോൾ താരതമ്യേന മറ്റ് രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സിറ്റിസൺഷിപ്പ് എടുക്കാനായിട്ടുള്ള ഒരു ഈസിനെസ് ഇനിയും വേണോ കാരണങ്ങൾ? അപ്പൊ നമ്മളെ പാർട്ട്ണറിനും കുഞ്ഞിനൊക്കെ ഓസ്ട്രേലിയൻ PR ആ കിട്ടുക. സാർ ഒന്ന് ഓസ്ട്രേലിയൻ PR-നെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരുമോ? ഡെഫിനറ്റ്ലി. ഓസ്ട്രേലിയൻ PR-ന് ഒരാൾ അപേക്ഷിക്കുമ്പോൾ അയാൾക്ക് മാത്രമല്ല അയാളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനും മക്കൾക്കും അയാളോടൊപ്പം തന്നെ PR ആണ് ലഭിക്കുന്നത്. PR ലഭിക്കുന്നത് കൊണ്ട് തന്നെ സ്പൗസിനും ജോലി ചെയ്യാം. അതുകൊണ്ട് കുടുംബത്തിന്റെ വരുമാനം ഇരട്ടിയാക്കാനും സാധിക്കും. പിന്നെ ഓസ്ട്രേലിയൻ PR റിന്യൂ ചെയ്യാനും ഈസിയാണ്. പിന്നെ സാലറി, ലോകത്തിലെ ഏറ്റവും മികച്ച പേ പാക്കേജ് സംവിധാനമുള്ള രാജ്യമാണ് ഓസ്ട്രേലിയ. ഒരു നേഴ്സിന് കുറഞ്ഞത് 75,000 ഓസ്ട്രേലിയൻ ഡോളർ എങ്കിലും പ്രതിവർഷം ഉണ്ടാക്കാനായിട്ട് സാധിക്കും, അതായത് 50 ലക്ഷം രൂപ. പിന്നെ ഇവിടെ വീക്ക്ലി പേ ചെക്ക് സംവിധാനമാണുള്ളത്. അവരുടെ ഷിഫ്റ്റ് അനുസരിച്ച് ഒന്നിലധികം സ്ഥാപനങ്ങളിൽ അവർക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. ഓസ്ട്രേലിയ അതിനൊരു റെസ്ട്രിക്ഷനും വെക്കുന്നില്ല. പിന്നെ നല്ല സാലറി മാത്രം പോരല്ലോ, നല്ലൊരു വർക്ക് ലൈഫ് ബാലൻസ് കൂടി വേണ്ടേ? അതിനും ബെസ്റ്റാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ ഒരാഴ്ചയിൽ നിങ്ങൾക്ക് 38 മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ മതി. ബാക്കി സമയം നിങ്ങളുടെ ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. അതല്ല ഇനി വേറെ ജോലിക്ക് പോകണമെങ്കിൽ അതിനും പോകാം. അതിനെല്ലാം നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ, ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ ഹബ് എന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയ ആണെന്നറിയാലോ. ഇവിടെ കുട്ടികൾക്ക് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ വരെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പിന്നെ ഹയർ എഡ്യൂക്കേഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ലോകോത്തര നിലവാരമുള്ള യൂണിവേഴ്സിറ്റീസ്, ഇവിടുത്തെ ഡിഗ്രീസ് ലോകത്ത് എവിടെയും അംഗീകാരമുള്ളവയാണ്. ഓക്കെ സാർ, ഇതൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. പക്ഷെ ഓസ്ട്രേലിയൻ PR കിട്ടാനുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? ശരിയാണ്, ഓസ്ട്രേലിയൻ PR കിട്ടാൻ സ്വല്പം ബുദ്ധിമുട്ടാണ്. NCLEX-RN, OSCE, പിന്നെ OET, ഈ 3 പരീക്ഷകൾ പാസ്സായാലാണ് നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടുക. അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ PR കിട്ടുക. പക്ഷേ ഫ്ലൈ വേൾഡ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഫ്ലൈ വേൾഡ് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ടെന്ന് സാറ് പറഞ്ഞല്ലോ. എന്താണ് സാറ് നമ്മൾ ആ സൊല്യൂഷൻ? GNE ഓസ്ട്രേലിയ, ഗ്ലോബൽ നഴ്സ് എംപവർമെന്റ് പ്രോഗ്രാം. ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ സ്വപ്നം സാധ്യമാക്കാൻ
ഞങ്ങൾ തയ്യാറാക്കിയ ഒരു യൂണീക്ക് പ്രോഗ്രാമാണിത്. PR പ്രോസസ്സിംഗ്, അൺലിമിറ്റഡ് കോച്ചിങ്, ഇതെല്ലാം ഒരു വൺ ടൈം പേയ്മെന്റ് മാത്രം. ഇതാണ് GNE പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ്. സാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള GNE പ്രോഗ്രാമിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ? തീർച്ചയായും പലരെയും പ്രധാനമായി പിന്നോട്ട് വലിക്കുന്ന ഒരു കാരണമാണ് ഈ ട്രെയിനിങ്ങുകൾക്കും കോച്ചിങ്ങുകൾക്കൊക്കെ വേണ്ടി ചെലവഴിക്കുന്ന വലിയ തുക. ഇവിടെയാണ് GNE പ്രോഗ്രാം ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം കൊണ്ടുവരുന്നത്. ഇവിടെ GNE പ്രോഗ്രാമിൽ എൻറോൾ ചെയ്യുന്ന ഓരോ കാൻഡിഡേറ്റിനും അവർ പഠിച്ച് പാസ്സാകുന്നത് വരെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് നമ്മുടെ ദുബായ് ഓഫീസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ദുബായിലാണ് നമുക്കിതിൻ്റെ ട്രെയിനിങ് സെൻറ്റർ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഒരു വാലിഡിറ്റിയോ അല്ലെങ്കിൽ എക്സ്ട്രാ ഫീസോ നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. സമയപരിമിതി ഇല്ല, എക്സ്ട്രാ ഫീസ് ഇല്ല. ഇങ്ങനെ ഒരു പ്രോഗ്രാം ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്ലൈവേൾഡ് ആണ്. അപ്പൊ ഫ്ലൈവേളിലാണെങ്കിൽ നഴ്സുമാർക്ക് പൈസ പോകുന്നുള്ള പേടിയൊന്നും വേണ്ടല്ലോ, കാരണം നിങ്ങൾ അവർക്ക് ജയിക്കുന്നവരെ ട്രെയിനിങ് കൊടുക്കാൻ തയ്യാറാണ്. എക്സാക്ട്ലി. നമുക്ക് ഓസ്ട്രേലിയൻ മൈഗ്രേഷന് ചെലവഴിക്കുന്ന പൈസേനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കാം. ഇപ്പോൾ 4 പേരടങ്ങുന്ന ഒരു ഫാമിലി ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ കയറിപ്പോയി കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 14 ലക്ഷം രൂപ ചിലവ് വരും. ഞാനീ പറയുന്നത് PR-ന്റെ ഫീസും ട്രെയിനിങ്ങും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പൈസയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഒരു നേഴ്സിന് 50 ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞത് പ്രതിവർഷം ഓസ്ട്രേലിയയിൽ സാലറി കിട്ടും. അപ്പോൾ നമുക്കൊരു 3-4 മാസം കൊണ്ട് തന്നെ ഈ പൈസ കവർ ചെയ്യാനാവും. ബാക്കിയെല്ലാം നമുക്ക് റിട്ടേൺസ് തന്നെ. വാവ്. അപ്പം നേഴ്സിന് മാത്രമല്ല അവരുടെ ഫാമിലിക്ക് ഫുള്ളായിട്ട് തന്നെ ലൈഫിൽ സെറ്റ് ആവാനുള്ള കാര്യങ്ങൾ ഓക്കെ ആയിരിക്കും. അതെ, GCC രാജ്യങ്ങൾ നേഴ്സസിന് നല്ലതാണ്. ഇവിടെയും നല്ല ജീവിത സാഹചര്യങ്ങളും ശമ്പളവും ഒക്കെ ഉണ്ട്. പക്ഷേ ലോങ് ടൈം ആയി ചിന്തിക്കുമ്പോഴേക്കും ഓസ്ട്രേലിയ പോലൊരു രാജ്യത്തേക്ക് നേരത്തെ മൈഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒട്ടേറെ പ്രയോജനങ്ങളുണ്ട്. പണ്ട് ഗൾഫിൽ ജോലി ചെയ്തിരുന്ന മലയാളികൾ അവരുടെ മക്കളെ നാട്ടിലേക്ക് അയക്കുകയും അവിടെ അവരുടെ പഠനം പൂർത്തിയാക്കുകയും അതിനുശേഷം ഗൾഫിൽ തന്നെ അവർക്കൊരു ജോലിയാക്കി കൊടുക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വെസ്റ്റേൺ രാജ്യങ്ങളിൽ പോയി പഠിക്കാനും ജീവിക്കാനും ഒക്കെയാണ് താല്പര്യം. ഇവിടെയാണ് പാരൻസിന് ഒരു റിയൽ ഫിനാൻഷ്യൽ സ്ട്രഗിൾ വരുന്നത്. കാരണം ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളിക്ക് ഒരിക്കലും ലക്ഷങ്ങൾ മതിയാവില്ല അവരുടെ കുട്ടീനെ ഓസ്ട്രേലിയയിലോ കാനഡയിലൊക്കെ പഠിപ്പിക്കാനായിട്ട്. ഒരുപക്ഷെ കോടികൾ ചെലവാക്കേണ്ടതായിട്ട് വരും. ഇവിടുത്തെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓസ്ട്രേലിയൻ PR ഇല്ലാത്ത ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻറ്റിന് 25 ലക്ഷം രൂപ ഒരു വർഷം ഫീസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയൻ PR ഉള്ള ഒരു സ്റ്റുഡൻറ്റിന് അതിൻ്റെ വളരെ കുറഞ്ഞ എമൗണ്ട് ആയിരിക്കും ഫീസായിട്ട് വരിക. എന്നാൽ ഈ ഫീസ് അവിടെ അവർക്ക് ലോണായിട്ട് ലഭിക്കുകയും ചെയ്യും. ഇതിൻ്റെ ഒരു റീപേയ്മെൻറ്റ് സ്ട്രക്ചർ വരുന്നത് ആക്ച്വലി അവർക്ക് 50,000 ഓസ്ട്രേലിയൻ ഡോളറിന് മുകളിൽ ജോലി കിട്ടിയാൽ അല്ലെങ്കിൽ ജോലി കിട്ടി തുടങ്ങുമ്പോൾ മാത്രമാണ്. ഇവിടെയാണ് ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ്റെ ഒരു ലോങ് ടൈം ബെനിഫിറ്റ് വരുന്നത്. സാർ, ഇപ്പോൾ ഓസ്ട്രേലിയൻ PR എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സിറ്റിസൺഷിപ്പും കിട്ടുമല്ലോ. അപ്പൊ സിറ്റിസൺഷിപ്പ് കിട്ടുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ് ആയിരിക്കും ഉണ്ടാവുക? ഓസ്ട്രേലിയൻ പെർമനന്റ് റെസിഡൻസി ലഭിക്കുന്ന ഏതൊരു വ്യക്തിക്കും വോട്ടിംഗ് ഒഴിച്ച് മറ്റെല്ലാ സ്വാതന്ത്ര്യങ്ങളും നൽകുന്ന ഒരു നാടാണ് ഓസ്ട്രേലിയ. ഇനി സിറ്റിസൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു പൗരനെ പോലെയും ഏത് പദവിയിലേക്ക് വേണമെങ്കിലും ഉയരാനുള്ള സാധ്യതകളും അവിടെയുണ്ട്. വേണമെങ്കിൽ മന്ത്രിയോ പ്രധാനമന്ത്രി വരെയോ ആകാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് നമ്മുടെ കോട്ടയംകാരനാണ് ജിൻസൺ ആൻഡോ ചാൾസ്. അദ്ദേഹം നോർത്തേൺ ടെറിട്ടറി റീജിയൻ അസംബ്ലിയിൽ ഇന്ന് മിനിസ്റ്ററാണ്. അപ്പോൾ ഇതിൻ്റെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2011 ഒരു നേഴ്സായിട്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ സാധ്യതകൾക്ക് ഒരു പരിധിയില്ല എന്ന് മനസ്സിലായില്ലേ? കേരളത്തിൽ ഇപ്പോൾ കുറെ നേഴ്സസിന്റെ സമരങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ സാറിന് എന്താ അതിനെ പറ്റിയുള്ള അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു അവകാശ പോരാട്ടമാണ്. കാരണം ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ഒന്ന്, അവരുടെ ജോലിക്ക് ന്യായമായുള്ള ഒരു ശമ്പളം. 2, അവരുടെ ജോലിക്കുള്ള ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ്. ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഇന്ത്യ പോലെ ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് നേഴ്സിംഗ് പ്രൊഫഷണൽസിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് വളരെ അധികമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നേഴ്സസ് എടുക്കുന്ന സ്ട്രെസ്സും അവരുടെ ജോലിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഇതിനകത്തേക്ക് വരുന്നത്. അപ്പം ഇതിൽ ഈ സ്ട്രെസ് എടുക്കുകയും ഇതിന് തുല്യമായിട്ടുള്ളൊരു വേതനമോ അംഗീകാരമോ കിട്ടാതിരിക്കുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. വളരെ മികച്ച രീതിയിൽ നിൽക്കുന്നതാണ് ഹെൽത്ത് കെയർ സെക്ടറിൻ്റെ കാര്യത്തിൽ കേരളത്തിൻ്റെ അവസ്ഥയും വ്യത്യസ്തമൊന്നുമല്ല. ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാർ അനുഭവിക്കുന്ന സ്ട്രെസ്സിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു വേതനമോ ഒരു റെസ്പെക്റ്റോ അവർക്കും ലഭിക്കുന്നില്ല. അപ്പം കേരളത്തിൻ്റെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളുടെ കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഇവിടെയാണ് ഓസ്ട്രേലിയ പോലെ വികസിത രാജ്യത്തിൻ്റെ ഒരു പ്രാധാന്യം വരുന്നത്. ഓസ്ട്രേലിയയിൽ ഒരു നേഴ്സിന് കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒരു ഡോക്ടർക്ക് തുല്യമാണ്. വേതനവും അതേപോലെ ലൈഫ് സ്റ്റൈലും
വർക്ക് ലൈഫ് ബാലൻസോട് കൂടിയിട്ടുള്ള ഒരു കൾച്ചറുമാണ് ഓസ്ട്രേലിയ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. സാർ, നമ്മളെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന നഴ്സസിനും അത്യാവശ്യം നല്ല ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ എന്താ നമ്മളെ ഓസ്ട്രേലിയയും ഗൾഫും തമ്മിലുള്ള വ്യത്യാസം? തീർച്ചയായും ഗൾഫ് രാജ്യങ്ങൾ നേഴ്സിംഗ് പ്രൊഫഷന് നല്ലത് തന്നെയാണ്. നല്ല ശമ്പളവും നല്ല ജീവിത സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതിൽ ചെറിയൊരു റിസ്ക് ഉണ്ട്. കാരണം ജോലി നഷ്ടപ്പെടുക എന്നുള്ളത് എല്ലാവരുടെ ഒരു ഭീതിയാണ്. ജോലി നഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കാരണം ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നമുക്കൊരു വിസ കിട്ടിക്കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ മാത്രമേ നമുക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മറ്റൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ടെങ്കിലും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറി ജോലി ചെയ്യാനോ നമുക്ക് സാധിക്കില്ല. അത് ഇവിടുത്തെ ലേബർ ലോ അനുവദിക്കുന്നില്ല. അത് ഇല്ലീഗലാണ് ആക്ച്വലി. അപ്പോൾ ഇവിടെയാണ് ഓസ്ട്രേലിയൻ പി ആറിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. പി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമനൻറ്റ് റെസിഡൻസി. ഏതൊരു ഓസ്ട്രേലിയൻ പൗരന് ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്കും ഓസ്ട്രേലിയയിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്, ചിലതൊഴിച്ചു നിർത്തിക്കൊണ്ട്. അപ്പോൾ ഈ വിസ കാറ്റഗറിയിൽ വരുന്ന റിസ്ട്രിക്ഷൻ ഒന്നും ഓസ്ട്രേലിയയിലില്ല. അതുകൊണ്ട് തന്നെ നഴ്സസിനായിക്കോട്ടെ, ഏതൊരു പ്രൊഫൈലിനായിക്കോട്ടെ, ഏത് ജോലി ചെയ്യണമെന്നോ, എത്ര സമയം ജോലി ചെയ്യണമെന്നോ, എങ്ങനെ ജോലി ചെയ്യണമെന്നോ തീരുമാനിക്കാനുള്ള ഒരു അനുവാദം കൂടി അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഓസ്ട്രേലിയയുടെ മറ്റ് കണ്ടീഷൻസിനെ കുറിച്ച്, അതായത് അവിടുത്തെ ലിവിങ് സ്റ്റൈല്, അവിടുത്തെ വർക്ക് ലൈഫ് ബാലൻസ്, അവിടുത്തെ സമ്പാദ്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുമാത്രം പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതിനെ കുറിച്ചൊന്നും കൂടുതൽ ഞാൻ പറയേണ്ടതായിട്ടുള്ള ആവശ്യമില്ലല്ലോ. അപ്പൊ ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും ഓസ്ട്രേലിയൻ പി ആർ ബെസ്റ്റ് ആണ് അല്ലേ? അതെ, ഫ്ലൈ വേൾഡിന്റെ GNE പ്രോഗ്രാം ഉള്ളപ്പോൾ ഒരു നേഴ്സിന് ഓസ്ട്രേലിയൻ പി ആർ എടുക്കാൻ ഒരു ടെൻഷനും വേണ്ട. 1 ടൈം ഫീ, അൺലിമിറ്റഡ് ട്രെയിനിങ്, PR ഫയലിംഗ് ആൻഡ് പ്രോസസ്സിംഗ്. ഓസ്ട്രേലിയൻ പി ആർ എടുക്കാൻ ഇതിലും ബെറ്റർ ഓപ്ഷൻ വേറെ എന്താ ഉള്ളത്? അപ്പൊ GNE പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ നിങ്ങൾക്ക് വേണ്ടത് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു.